ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആരോണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം ബർത്ത്ഡേ ആയിട്ട് അവനൊരു പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി SM സിൽക്സിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തോളാൻ പറഞ്ഞ് അവനിങ്ങനെ ഡ്രസ്സ് നോക്കുകയാണ്. അവൻ ഈ ബാഗി പാൻ്റാണ് ഇപ്പം ട്രെൻഡ് എന്ന് പറഞ്ഞ് അത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവന് ഇഷ്ടമുള്ളൊരു ബാഗി പാൻ്റ് ഒരു ബ്ലാക്ക് കളർ അവൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതേ സമയത്ത് ഞാൻ അപ്പോസിന് വേണ്ടിയിട്ട് ചെറിയ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബാഗി പാൻ്റ് അവന് ഇഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ അവന് ഷർട്ട് കൂടെ സെലക്ട് ചെയ്തപ്പം ഈ ഷർട്ട് നോക്കി അത്യാവശ്യം ഇട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ടീഷർട്ട് കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത് ഒരു ടീഷർട്ട് കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും അവൻ ഇട്ട് നോക്കുന്നുണ്ട്. നമുക്കതും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളങ്ങനെ അവന് വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ. ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടച്ച് ഡ്രസ്സൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ മടുത്തുനിന്ന് ഒരു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് തന്നെ ചെറിയൊരു തട്ടുകട പോലെ ഉണ്ട്, നല്ല കടയാണ്. ഞങ്ങളവിടെ പോയി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ അവിടെ എത്തി. നല്ല ചൂട് ചായ പറഞ്ഞു, ഓരോ സ്നാക്സും വാങ്ങിച്ചു കേട്ടോ. ഞാനും ആരോണും സമൂസയാണ് പറഞ്ഞത്. അച്ഛൻ ഒരു ബോണ്ടയാട്ടോ വാങ്ങിച്ചതാണ്. ചൂട് ചായയൊക്കെ എത്തി, ഞങ്ങൾ ചായയൊക്കെ കഴിച്ചു, സമൂസയൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ വൈകിട്ട് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളിത് അതിനുവേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇതേ അവൻ്റെ ചേട്ടന് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകാനായിട്ട്. അപ്പോൾ സാധാരണ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമെങ്കിലും ഇവൻ ഈ പ്രാവശ്യം കേക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് ഈരാറ്റുപേട്ട വിൻമാർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വിൻമാർട്ട് ഒരു സൂപ്പർ മാർക്കറ്റും ഫുഡ് കോർട്ടും എല്ലാം കൂടിയാണ്. സൂപ്പറാണ് കേട്ടോ, ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. ഞങ്ങളിവിടെ മിക്കവാറും വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. പിന്നെ ഓൺലൈനായിട്ടും ഹോം ഡെലിവറി ഉണ്ട്, നമ്മൾ വാങ്ങിക്കാറൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഞങ്ങളിതാ വിൻമാർട്ടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ വിൻമാർട്ടിലെത്തി ഞങ്ങളൊരു ഫുൾ അൽഫാം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവന്മാർക്ക് എപ്പോഴും അൽഫാമാണ് ഫേവറേറ്റ്. അങ്ങനെ ഇതേ ഫുൾ അൽഫാമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ വെയിറ്റ് ചെയ്യുകയാണ്. അത് റെഡിയാക്കി കൊണ്ടുവരാൻ ശകല സമയം എടുക്കും കേട്ടോ. ഒരു 5-8 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളിതാ പോസ്റ്റ് അടിച്ച് ആരോണിതാ അവൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് അവൻ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ കാത്തിരുന്ന് ചൂട് പറക്കുന്ന അൽഫാം എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല പെരി പെരി അൽഫാമാണ്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയല്ലേ, പെട്ടെന്ന് തന്നെ എല്ലാവരും പ്ലേറ്റൊക്കെ എടുത്ത് കഴിക്കാനുള്ള ഒരു തിടുക്കത്തിലാണ്. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ചൂടാണ് കേട്ടോ. ചൂട് കാരണം സത്യം പറഞ്ഞാൽ എടുക്കാനും വയ്യ കഴിക്കാനും വയ്യ, ആ ഒരു അവസ്ഥയിലാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അൽഫാമൊക്കെ എടുത്ത് ബർത്ത്ഡേ ബോയ് ഇതാ അൽഫാം കഴിക്കുകയാണ്. പുള്ളിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ അൽഫാം. അപ്പൂസും കഴിക്കുന്നുണ്ട്. അവനും എരിവ് വലിയ പ്രശ്നമാണെങ്കിലും പുള്ളി അൽഫാം ആയതുകൊണ്ട് അങ്ങ് കഴിക്കും. അങ്ങനെ ഇതാ ഞങ്ങളത് ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ ഞങ്ങളങ്ങനെ കേക്ക് മുറിയൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഇതാ ആഘോഷിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ചെറിയ സന്തോഷം, വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവർക്കൊരു ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ ഇത്തവണത്തെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ തിരിച്ചിറങ്ങുകയാണ്. താഴെയും സൂപ്പർ മാർക്കറ്റാണ്, അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കൊരു ഹോമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി നമ്മളിതാ താഴെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ നമ്മൾ പോയത് നമ്മുടെ ബ്യൂട്ടി കളക്ഷൻസിലേക്കാണ് കേട്ടോ. ക്രീം കാര്യങ്ങൾ, സ്പ്രേ, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വേണ്ട 1-2 സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ അതെല്ലാം നോക്കി. പിന്നെ കിച്ചണിലേക്ക് കുറച്ച് സാധനം വേണമായിരുന്നു. പിന്നെ ആരോണിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ മിഠായി വേണമായിരുന്നു. അപ്പോൾ അതേ മിഠായിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന് വേണ്ട ഒരു മിഠായി ഒരു പാക്കറ്റ് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലുള്ള പോലെ വലിയ വിലകളൊന്നുമില്ല, ചെറിയ വിലയുള്ളൂ കേട്ടോ. നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ പറ്റും. ഹോം അപ്ലയൻസസ് അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് ചുറ്റി കറങ്ങി കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണ്ടതൊക്കെ സെലക്ട് ചെയ്തു, എല്ലാം ഒന്ന് മൊത്തത്തിൽ കണ്ടു. ഇത് ഞങ്ങൾ പോവാണ്. അങ്ങനെ ആരുണ്ട് ഈ വർഷത്തെ ബർത്ത്ഡേ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു കേട്ടോ. ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.